ഇന്ന് ലൈവില് സിബിൻ ആകെ മൈൻഡ് ഔട്ടായിട്ട് ആകെ എന്തോ പോലെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ആ സമയത്ത് അടുത്ത് വന്ന് ജിൻഡോ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. ജിൻഡോ വളരെ കൂളായിട്ടാണ് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നത്. ഒന്നുമല്ല സിബിനെ എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. നീ എനിക്ക് വേണ്ടി തിരിച്ചു വായോ, ഞാനിവിടെ എന്തൊക്കെ അനുഭവിച്ചെന്ന് നിനക്കറിയോ? ചപ്പാത്തി കട്ട വീഡിയോ കാണിച്ചു, പട്ടി കുറച്ചത് മുതൽ ഗ്യാസ് ഗുളിക വരെ എനിക്ക് കിട്ടി. ഇതൊക്കെ സഹിച്ചുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നില്ലേ? അപ്പൊ നിനക്ക് എന്താണ് ഇത് സഹിക്കാൻ പറ്റാത്തത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ജിൻഡോ. ആ സമയത്ത് ചുറ്റുമിരിക്കുന്നവരെല്ലാവരും കൂടിയിട്ട് ഭ്രാന്ത് പിടിച്ചോണം ജിൻഡോന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ജിൻഡോ ചേട്ടാ ഇത് അതുപോലെയല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും സിബിൻ ഇപ്പം മെഡിക്കൽ റൂമിലൊക്കെ പോയി സൈക്കാട്രിസ്റ്റിനെ ഒക്കെ കണ്ട് നല്ല ഉഷാറായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. തിരിച്ചു വന്ന് ഇപ്പൊ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ജിൻഡോ ചേട്ടന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ജിൻഡോന്റെ അടുത്ത് സിബിൻ, ഇനി നമ്മൾ ഗെയിം കളിക്കല്ലേ, എന്താണ് നമ്മുടെ അടുത്ത പ്ലാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സിബിൻ ജിൻഡോന്റെ അടുത്ത്. അപ്പൊ ജിൻഡോ പറയുന്നത്, നമുക്ക് ആരായാലും എന്തായാലും എന്താണ്, കളിക്കന്നെ, അത്രയുള്ള കാര്യം എന്ന് പറയുന്നുണ്ട് ജിൻഡോ. തോൽവിയും ജയം ഒന്നും ഇവിടുത്തെ ഒരു വിഷയമല്ല, തോറ്റാലും ജയിച്ചാലും കളിക്കന്നെ, അല്ലാതെ വേറൊരു കാര്യമില്ല. എന്തായാലും നമ്മൾ പുറത്തു പോവില്ല എന്നുള്ള കാര്യം ഷുവറാണ്. ഇവിടെ ഒന്നും കളിക്കാതെ ഒന്നിനും കൊള്ളാതെ നിൽക്കുന്ന കുറെ പേരുണ്ട്. അവരൊക്കെ ഇവിടെ നോമിനേഷനിൽ വന്ന് കിടക്കുമ്പോൾ നമ്മൾ പുറത്തു പോവോ? പിന്നെ എന്തിനു പേടിക്കണം, നമുക്ക് കളിക്കാം എന്ന് പറയുന്ന ജിൻഡോനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ജിൻഡോ എന്തായാലും എത്ര നെഗറ്റീവ് ഇത് കിട്ടിയാലും ഭയങ്കര പോസിറ്റീവ് വൈബാണ് ജിൻഡോയ്ക്ക്. എത്ര ആൾക്കാർ ഡൗൺ ആക്കിയാൽ നോക്കിയാലും അത്ര പെട്ടെന്നൊന്നും ഡൗൺ ആവുന്ന കൂട്ടത്തിലല്ല ജിൻഡോ. ജിൻഡോയ്ക്ക് ജിൻഡോയുടേതായ ഓരോ കാര്യങ്ങളുണ്ട്. അതല്ലാതെ വേറൊരു കാര്യത്തിനും അങ്ങനെ കൂടുതൽ ചിന്തിച്ച് ടെൻഷൻ അടിക്കാനോ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാനൊന്നും ജിൻഡോനെ കിട്ടില്ല. എന്തായാലും ജിൻഡോ എല്ലാ കാര്യങ്ങളും വളരെ കൂളായിട്ടാണ് എടുക്കുന്നത്. എന്തായാലും സിബിൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സിബിന് ധൈര്യം പകരുന്ന ജിൻഡോനെ നമുക്ക് ലൈവിൽ കാണാനായിട്ട് സാധിച്ചു. ജിൻഡോയ്ക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല, ഒരു മന്ദബുദ്ധിയാണ് എന്നൊക്കെയാണ് സിബിനൊക്കെ പറയാറ്. വെറുതെ കൂടെ നിർത്തുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ആള് ഗെയിം മൊത്തം പാളിക്കും എന്നുള്ളത് കൊണ്ട് സപ്പോർട്ടിങ്ങിനായിട്ട് കൂടെ നിർത്തുന്നേ ഉള്ളൂ എന്നാണ് സിബിനൊക്കെ പറയാറ്. പക്ഷേ ഇവിടെ തളർന്നിരിക്കുന്ന സിബിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന, വളരെയധികം പോസിറ്റീവോട് കൂടി ബൂസ്റ്റപ്പ് ചെയ്യുന്ന ജിൻഡോനെ നമുക്ക് ലൈവിൽ കാണാൻ സാധിച്ചു. വളരെ സന്തോഷമുള്ളൊരു കാഴ്ചയായിരുന്നു അത്.